നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരങ്ങളായ ഡാനി കാർവഹൽ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ നേടിയ ഗോളുകളാണ് റയലിന് ഈയൊരു വിജയവും അതുപോലെ തന്നെ കിരീടവും സമ്മാനിച്ചിട്ടുള്ളത്. ക്ലബിന്റെ ചരിത്രത്തിലെ 15ാമത്തെ UCL കിരീടമാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകനായിക്കൊണ്ട് മാറാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് ഈ ഒരു ഇറ്റാലിയൻ പരിശീലകൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് മറ്റൊരു സൂപ്പർ പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആഞ്ചലോട്ടി സോഷ്യൽ മീഡിയ പരിശീലകൻ അല്ലെന്നും മറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു കോച്ചാണ് എന്നുമാണ് മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി ഒരു സോഷ്യൽ മീഡിയ കോച്ച് അല്ല, മറിച്ച് അദ്ദേഹം ഒരു യഥാർത്ഥ പരിശീലകനാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി നോക്കൂ, അദ്ദേഹം നേടിയ മെഡലുകൾ നിങ്ങൾക്ക് കാണാം. ഫിലോസഫി മാറ്റിയതിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്ന് റയൽ മാഡ്രിഡ് ആരാധകരോട് ചോദിച്ചു നോക്കൂ. റയൽ മാഡ്രിഡ് ഫിലോസഫി വിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കിരീടങ്ങൾ ഷെൽഫിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് കിരീടങ്ങൾ മുഴുവനും സ്വന്തമാക്കിയ ഏക പരിശീലകൻ കൂടിയാണ് കാർലോ ആഞ്ചലോട്ടി. അതിനു പുറമെയാണ് അദ്ദേഹം ഇപ്പോൾ 5 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കൂടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഒരു പരിശീലകരിൽ ഒരാളായിക്കൊണ്ട് മാറാൻ ഇപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ പരിശീലകന് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.